നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഫസ്റ്റ് റീഡിങ്സ് കുറച്ച് ദിവസത്തേക്കില്ല. ആൻഡ് ഇന്നിപ്പോൾ ഒരു സ്പെഷ്യൽ റീഡിങ് കൊണ്ടാണ് വന്നത് ഞാൻ. ഓക്കെ, ഇന്ന് എന്തോ പെട്ടെന്ന് ലൈക്ക് ഒരു നമ്മൾ പറയില്ലേ, ചില മെസ്സേജസ് നിങ്ങൾക്ക് എത്താനുള്ളതാണ് എന്ന് തോന്നും. സോ അതുപോലെയുള്ള ഒരു മെസ്സേജ് ഫീലിംഗ് വന്നതുകൊണ്ടാണ് ഈ റീഡിങ്ങിന് ഇരുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം ഇന്നത്തെ മെസ്സേജ് എന്താണ് വരുന്നത് നോക്കാം. നമുക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് എടുക്കുന്നത്. ഓക്കെ, റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് വരുന്ന ഏത് ടോപ്പിക്കാണ് എന്നുള്ളത് തന്നെ നമുക്ക് നോക്കാം. എന്തോ ഒരു കാര്യം നിങ്ങൾ അറിയാനുള്ളത്. 9 ഓഫ് പെൻറ്റിക്കിൾസ്. ഓക്കെ, ആൻഡ് ഡെത്ത്. ഓക്കെ, ഇവിടെ രണ്ട് കാര്യങ്ങൾ കാണുന്നുണ്ട് എനിക്ക്. ഒന്ന്, നിങ്ങളുടെ ആഗ്രഹം പോലെ, ആഗ്രഹം പൂർത്തിയാവുന്ന രീതിയിലാണ്. അതിപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണ് നമ്മൾ പറയുന്നത്. സോ ഇവിടെ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ പേഴ്സൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ ആഗ്രഹം ഫുൾഫിൽ ആവും എന്ന രീതിക്കാണ് കാണുന്നത്. ഓക്കെ, സോ അതാണ് ഇന്നത്തെ മെസ്സേജ് നമുക്ക് നോക്കാനുള്ളത്. ആൻഡ് അതിൻ്റെ കൂടെ ഇവിടെ ഡെത്ത് ഉണ്ട്. ഓക്കെ, യെസ്, എന്തും നമുക്ക് ഒരു കാര്യം നടക്കണമെങ്കിൽ ചില കാര്യങ്ങൾ അവസാനിക്കും വേണം, അല്ലേ? അതായത് ഇപ്പോൾ നമ്മളൊരു വിഷ് വെച്ചിട്ടുണ്ട്, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നടക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ചില മാറ്റങ്ങൾ കൂടി വരും വേണം, ആ ഒരു സംഭവം കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലേ? നമുക്ക് ആ ഒരു വിഷ് എത്താൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ സംഭവിക്കാനുണ്ടാവും. സോ ഇവിടെ ഡെത്ത് പറയുമ്പോൾ, സോറി, ലിറ്ററലി അങ്ങനെ ഡെത്ത് എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കരുത്. ഇതൊരു നമ്മൾ ട്രാൻസ്ഫോർമേഷൻ എന്നാണ് പറയുക. ഡെത്ത് ആൻഡ് റീബർത്ത് എന്നുള്ള രീതിക്കാണ് ഈ കാർഡിനെ എടുക്കുക. അതായത് ഒരു അവസാനം, അതിന് ശേഷം ഒരു പുതിയ തുടക്കം എന്ന് പറയും. ഓക്കെ, ഒരു മാറ്റത്തിൻ്റെ സമയം, ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ സമയം എന്നാണ് വിളിക്കുക. സോ ഇവിടെ ഈ കാർഡും കൂടി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇവിടെ സംതിങ് ഇസ് കമ്മിങ്, നിങ്ങൾക്ക് വേണ്ടി ഒരു ലക്ക് വരുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഇതൊരു ഭാഗ്യം വരുന്നു, നിങ്ങൾക്കൊരു വിഷ് വരുന്നു, നിങ്ങളുടെ വിഷ് നടക്കാൻ പോകുന്നു. ആൻഡ് അതിൻ്റെ ഒപ്പം ഒരു ചില എൻഡിങ് കൂടി കാണുന്നുണ്ട് ഇവിടെ. സോ എനിക്ക് തോന്നുന്നത്, എനിക്ക് ഈ ഒരു സ്ട്രോങ് ഫീലിംഗ് ആണ് വന്നത്, എന്തോ ഒരു മാറ്റം വരാൻ പോകുന്നു എന്ന രീതിയിൽ. നമുക്ക് റീഡിങ് അങ്ങനെ തന്നെ എടുക്കാം. ഓക്കെ, എന്ത് മാറ്റമാണ്, എന്ത് മേജർ ചേഞ്ച് ആണ് നിങ്ങളുടെ ബന്ധത്തിൽ വരാൻ പോകുന്നത്? എന്തോ ഇതൊരു പെട്ടെന്ന് സംഭവിക്കാൻ പോകുന്നുണ്ട്. ഇത് വളരെ പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമായിരിക്കും ഡെഫിനറ്റ്ലി. നമുക്കത് എന്താണെന്നുള്ളത് നോക്കാം. എങ്ങനെയാണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇവിടുത്തെ നിങ്ങളുടെ ബന്ധത്തിനെ കുറിച്ചുള്ള ഒരു റീഡിംഗ് ആയിട്ട് നമുക്ക് എടുക്കാം. നിങ്ങളുടെ ബന്ധത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഇത് കറണ്ട് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ എന്ന രീതിയിലുള്ള ഈ വരുന്ന കുറച്ച് ദിവസത്തിൽ നിങ്ങൾക്കിത് കാണും, ഈ മാറ്റം നിങ്ങൾക്ക് കാണും തീർച്ചയായിട്ടും. ഐ തിങ്ക് എനിക്ക് ഫീൽ ചെയ്യുന്നത് നമ്മുടെ പൗർണമി സമയമാണ്, ഫുൾ മൂൺ വരുന്നുണ്ട്. സോ ഫുൾ മൂൺ സമയത്ത് ഐ തിങ്ക് നിങ്ങൾക്ക് ഈ ഒരു മാറ്റം വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലായിരിക്കും. പൗർണമി 31st ആണ്, ഐ തിങ്ക് സൺഡേ ആണ് വരുന്നത്. ആൻഡ് ഞാൻ റിച്വൽസ് ചെയ്യുന്നുണ്ട്, കാൻഡിൽ റിച്വൽസ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവരെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, നമ്പർ ഓക്കെ ഞാൻ കൊടുക്കാം. ഓക്കെ, സോ ഇവിടെ പേജ് ഓഫ് സോഡ്സ് ഉണ്ട്. പേജ് ഓഫ് സോഡ്സ്, ലെറ്റ് മീ സീ, കുറച്ച് കാർഡ്സ് എടുത്തിട്ട് പറയാം. ഹാങ്മാൻ, 8 of wands and 8 of swords. Okay, and Hierophant. Very good. മെയിൻലി എനിക്ക് കാണുന്നത്, ഓക്കെ, ഇവിടെ യെസ് മാറ്റം വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു മൂവ്മെൻ്റ് ആണ് വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഓക്കെ, ഒരു ഇതുവരെ സ്റ്റക്കായിരുന്ന ഒരു കാര്യം, അതിൽ മൂവ്മെൻറ്റ് വരുന്നുണ്ട്. അതായത് നിങ്ങളുടെ പേഴ്സൺ ഇതുവരെ സൈലൻ്റ് ആയിരുന്നു. ഓക്കെ, സൈലൻ്റ് ആയിട്ടിരുന്നു, അവർ വാച്ച് ചെയ്തുകൊണ്ടിരുന്നു. അവർ നിങ്ങൾ തമ്മിൽ ഡിസ്റ്റൻസ് ഉണ്ട്, അകൽച്ചയുണ്ട്, മേ ബി ബ്രേക്കപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ടെമ്പററി സെപ്പറേഷൻ എന്ന രീതിക്കായിരിക്കാം. ഇവിടെ എനിക്ക് കാണുന്നത് പേജ് ഓഫ് സോഡ്സ് എനർജി. സോ ഇവിടെ പറയുന്നത് നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു, നിങ്ങളെക്കുറിച്ച് ഇൻഫോർമേഷൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഇൻഫോർമേഷൻ കണ്ടു കാണാം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും തോന്നി കാണാം, എന്തെങ്കിലും ഒരു കാര്യം മേ ബി നിങ്ങളെന്തെങ്കിലും പറഞ്ഞു കാണാം. ഓക്കെ, അങ്ങനെയാവാം. മേ ബി നിങ്ങളെന്തെങ്കിലും അവരോട് സംസാരിച്ചു, അതും വളരെ സ്ട്രേറ്റ് ഫോർവേഡായിട്ട് സംസാരിച്ച് കാണാം. എന്തെങ്കിലും ഒരു മെസ്സേജ് നിങ്ങളിട്ട് കാണാം എന്നിട്ട് പേഴ്സണിനെ കുറിച്ച്, അതായത് നമുക്കിനി ബന്ധം തുടരാൻ ഇങ്ങനെ ശരിയാവില്ല എന്ന രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കാണാം. സംതിങ് ഇവിടെ എന്തോ ഒരു ഇൻഫർമേഷൻ്റെ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു വാച്ചിങ്ങിൻ്റെ ഒരു കാര്യമാണ്. മേ ബി നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് അവരറിഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ എന്തെങ്കിലും വാച്ച് ചെയ്തിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഓൺലൈൻ പോസ്റ്റോ കാര്യങ്ങളോ എന്തെങ്കിലും സംതിങ് അവർ വാച്ച് ചെയ്തപ്പോൾ അവർക്ക് തോന്നിക്കാണുന്നുണ്ട് നിങ്ങളെ നഷ്ടപ്പെടാൻ പോകുന്നു എന്ന് തോന്നിക്കാണാം, അല്ലെങ്കിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു കാണാം. ദറ്റ് ഈ ബന്ധം ഇനി ശരിയാവില്ല, ഇങ്ങനെ ഈ പോയാൽ ഇതേപോലെ പോയി കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല എന്ന് ചിലപ്പോൾ നിങ്ങൾ ഒരു പറഞ്ഞു കാണാം. സംതിങ് ഒരു ഇൻഫർമേഷൻ എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ഇവിടെ സോറി, ചെറുതായിട്ടൊരു ഇവിടെ അതാണ് സംസാരത്തിനുള്ള ബുദ്ധിമുട്ട് കണ്ടു. ഇവിടെ പേഴ്സൺ ഐ തിങ്ക് നിങ്ങളോട് സംസാരിക്കാൻ ലേശം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവർ സൈലൻ്റ് ആയിട്ടിരുന്നു, മാറിയിരുന്നു. അവർക്ക് നിങ്ങളോടൊന്നും പറയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ അവരെല്ലാം കണ്ട് മനസ്സിലാക്കുന്ന ഒരു എനർജിയാണ്. ഓക്കെ, സോ സംതിങ് അവർ കണ്ടിട്ടുണ്ട്, അവർ റിയലൈസ് ചെയ്തിട്ടുണ്ട് എന്ന രീതിയിലാണ്. ആൻഡ് ഇവിടെ എവിടെയോ യൂണിവേഴ്സ് അവർക്ക് ഒരു ബുദ്ധി കൊടുക്കുന്നു, അത് തന്നെ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ബുദ്ധി കൊടുക്കുന്ന ഒരു സമയമായിട്ട് എടുത്തോളൂ. ഓക്കെ, സോ ആൻഡ് അതിന് ശേഷം ഓക്കെ ഇവിടെ എന്ത് തന്നെ നിങ്ങൾ തമ്മിൽ ലൈക്ക് ഇതുവരെ ഉണ്ടായിട്ട്
ആയിട്ടുണ്ടെങ്കിലും ഇവിടെ ഒരു മൂവ്മെൻ്റ് ആണ് എനിക്ക് കാണാൻ തുടങ്ങുന്നത്. അതായത് പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഒരു അനക്കം നമുക്ക് കാണാൻ തുടങ്ങും, ഒരു ചേഞ്ചസ് നമുക്ക് കാണാൻ പോകുന്നുണ്ട്. ഇനി മുന്നോട്ടൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം, ഒരു ആക്ഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. ആക്ഷൻ അത് ത്രൂ മെസ്സേജസ് ആയിരിക്കാം, ഓക്കെ, കമ്മ്യൂണിക്കേഷൻ എന്ന രീതിക്കാണ് പറയുന്നത്, അല്ലെങ്കിൽ കാണാൻ വരുന്ന രീതിക്കായിരിക്കാം, ട്രാവലിംഗ് ആയിരിക്കാം. കുറച്ച് പേർക്ക് ഇവിടെ യാത്ര എന്നുള്ളത് കാണുന്നുണ്ട്, അല്ലെങ്കിൽ ജസ്റ്റ് അറ്റ്ലീസ്റ്റ് നിങ്ങളോട് മെസ്സേജസ്. ആൻഡ് അതും ഫാസ്റ്റ് മൂവിങ് എനർജിയാണ്. ഞാൻ അതാ പറഞ്ഞത്, അധികം സമയമല്ല, ഇത് പെട്ടെന്നുള്ള ഒരു കാര്യമാണ്. എനിക്ക് എൻ്റെ വളരെ സ്ട്രോങ് ആയിട്ട് എനിക്ക് ഫീലിംഗ് ഇത് പൗർണമി സമയം, അതായത് ഫുൾ മൂൺ 31st ഉള്ളിൽ, 31st ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റിയുള്ള ആ ഒരു സമയത്തിൽ നിങ്ങൾക്കിത് കാണാൻ സാധിക്കും മോസ്റ്റ്ലി. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇതുവരെ ഇവിടെയും സ്റ്റക്ക് എനർജി ഉണ്ട്, 8 of Swords ഉണ്ട്, 8 of Wands ഉണ്ട്. സോ ഇതിൻ്റെ അതായത് ഇത് മൂവ്മെൻ്റ് ആണ് കാണിക്കുന്നത്, സ്റ്റക്നെസ് ആണ് കാണിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ ആ സ്റ്റക്കായിട്ടുള്ള സിറ്റുവേഷൻ അവർ പുറത്ത് വരാൻ തുടങ്ങുകയാണ്. അവർ മെൻ്റൽ പ്രിസൺ പറയും ഇതിനെ നമ്മൾ. ഓക്കെ, മൈൻഡിലുള്ള ചിന്തകളാണ് നമ്മളെ തടയുന്നതെന്നാണ് പറയുക. ഓക്കെ, പുറമേയുള്ള കാര്യങ്ങൾ, സാഹചര്യങ്ങൾ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, സാഹചര്യങ്ങൾ ഒരിക്കലും നമുക്ക് തടസ്സമല്ല, നമ്മുടെ മനസ്സാണ് നമുക്ക് തടസ്സം. ഓക്കെ, അത് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനും വഴി കണ്ടുപിടിക്കും, അതങ്ങനെയാണ്. എത്ര നമ്മൾക്ക് എന്ത് ഇതുണ്ടെങ്കിലും. ഓക്കെ, ഇവിടെ എനിക്ക് കാണുന്നത് എന്ത് തന്നെ അവരെ തടയുന്നുണ്ടെങ്കിലും അവരതിൽ ആ തടസ്സത്തിൽ നിന്ന് അവർ പുറത്ത് വരേണ്ട വഴികൾ അവർ കണ്ടുപിടിക്കും. ഓക്കെ, അവർ അതിൽ നിന്ന് പുറത്ത് വരും. ബിക്കോസ് അവരെ ആക്ച്വലി യൂണിവേഴ്സായിട്ട് ഫോഴ്സ് ചെയ്യണം. ഇവിടെ യൂണിവേഴ്സായിട്ട് പറയുകയാണ്, മതി, തൂങ്ങിക്കിടുന്നത് മതി, ഇങ്ങനെ ആലോചിച്ച് നിന്നത് മതി, ഇനി ആക്ഷൻ എടുക്കാതിരുന്നത് മതി, അതിൽ നിന്ന് പുറത്തു വരൂ എന്നാണ് പറയുന്നത്. ആൻഡ് ദേ ആർ സ്റ്റാർട്ടിങ് ടു മൂവ്. ഓക്കെ, സോ ആ ഒരു മൂവ്മെൻ്റ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തത്. ആൻഡ് ഇവിടെ ഹൈറോഫൻ്റ് ഉണ്ട്, തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ തമ്മിലുള്ള ഒരു സ്പിരിച്വൽ കണക്ഷനാണ്. ആൻഡ് ഇത് ആക്ച്വലി കുറച്ച് പേർക്ക് മാരേജ് ആണ്. ഓക്കെ, മാരേജ് ഓഫർ ഉള്ളവർക്ക്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എവിടെയെങ്കിലും ഒരു മാരേജിൻ്റെ കണക്ഷൻ ഉണ്ടാവാം, റിലീജിയൻ്റെ കണക്ഷൻ ആയിരിക്കാം. സോ ഓക്കെ, എന്തായാലും ഒരു നമുക്ക് സ്പിരിച്വൽ എന്ന രീതിക്ക് ഇപ്പോൾ തൽക്കാലം എടുക്കാം. ഇവിടെ വേറൊരു കാർഡ് എനിക്ക് വളരെ പ്രോമിനൻ്റ് ആയിട്ട് തോന്നി, എംപറർ. ഓക്കെ, എംപറർ കാണുമ്പോൾ ഇവിടെ ഈ കാർഡ് എപ്പോഴും എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്, എംപറർ എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ഒരു രാജാവ് എന്ന രീതിയിൽ എല്ലാവരെയും കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തി, എല്ലാവരും അവരെ അവരായിരിക്കും എല്ലാവരെയും ഭരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കും നിങ്ങളെയും അല്ലെങ്കിൽ സിറ്റുവേഷനൊക്കെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ഒരു പിക്ചർ, ഈ ഒരു ഡെക്കിൽ ഞാൻ എപ്പോഴും എനിക്ക് വളരെ ഇതായിട്ട് തോന്നാറുണ്ട്, ആ ഈഗോ ഇല്ലാത്ത വ്യക്തിയായി മാറുകയാണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഈഗോ പോവുകയാണ്. ഓക്കെ, ഈഗോ ഡെത്തും ആവാം. ഇവിടെ നമ്മൾ പറയുമ്പോൾ ഈഗോ മരിക്കുക എന്ന് പറയുമ്പോൾ അതായത് അവരുടെ അഹങ്കാരം ഇല്ലാതെ ആവാം. ഓക്കെ, ഞാൻ എന്ന ഭാവം അവർക്ക് ഇല്ലാതെ ആവാം. എവിടെയോ മേ ബി നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളായിരിക്കാം, ചില കാര്യങ്ങൾ അവർ തിരിച്ചറിയുന്നതായിരിക്കാം, സം റിയലൈസേഷൻസ് അവർക്ക് നടക്കുന്നുണ്ട്. സോ കർമ്മയായിട്ട് എടുക്കാൻ നമുക്ക് ഓക്കെ, മേ ബി യൂണിവേഴ്സ് ഏതെങ്കിലും തരത്തിൽ അവർക്കൊരു കർമ്മ കൊടുത്തു കാണാം, അവർക്കൊരു റിയലൈസേഷൻസ് വരുത്തി കാണാം. ഇവിടെ പേഴ്സൺ ഒരു മാറ്റം അവരിൽ സംഭവിക്കുകയാണ്. മെയിൻലി ഈഗോ ഡെത്ത് സംഭവിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, ഈ ഒരു ആക്ഷൻ എടുക്കായ്മ, അതിൽ അല്ലെങ്കിൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങളെ സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും, വാച്ച് ചെയ്യുന്നുണ്ടാവും. സോ അതിൽ നിന്നൊക്കെ ഒരു ആക്ഷൻ എടുക്കാതെ അവർ നിന്നു. പക്ഷേ ഓക്കെ, അത് മാറ്റം വരുന്നുണ്ട്, മൂവ്മെൻറ്റ് വരുന്നുണ്ട്. എനിക്ക് ഓക്കെ, അഗൈൻ 4 ഉണ്ട് ഇവിടെ, വെരി നൈസ്. ഓ മൈ ഗോഡ്, സോറി, ഞാനിത് കണ്ടില്ല. ഓക്കെ, 3 4 ആണ് ഇവിടെ. സോ 4 ഏഞ്ചൽ നമ്പർ നിങ്ങൾക്ക് വളരെ പ്രൊമനൻ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോളൂ, പേഴ്സണിനെ നിങ്ങളെ ഏഞ്ചൽസ് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഓക്കെ, നിങ്ങളെ ഈ സിറ്റുവേഷനിൽ നിങ്ങൾ എന്ത് തന്നെ സംഭവിച്ചാലും ശരി, നിങ്ങൾക്ക് ദേഷ്യം വന്നു, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ തോന്നി that ഈ ബന്ധം വേണ്ട എന്ന് തോന്നി, വട്ട് എവർ, നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, യൂണിവേഴ്സ് ഇസ് പ്രൊട്ടക്ടിങ് യു, ദൈവം നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുകയാണ്. ഓക്കെ, ഏഞ്ചൽസ് ആർ പ്രൊട്ടക്ടിങ് യു. ആൻഡ് ഇവിടെ ഒരു മാറ്റത്തിൻ്റെ സമയമാണ്. എനിക്ക് ഡെഫിനറ്റ്ലി ആക്ച്വലി സ്റ്റെബിലിറ്റിയാണ് വരാൻ പോകുന്നത്. ഓക്കെ, പേഴ്സൺ ഇതുവരെ നിങ്ങൾ അങ്ങോട്ട് എത്ര ഓഫർ കൊടുത്തിട്ടും, നിങ്ങൾ അവരെ എത്ര പുറകെ നടന്നിട്ടും അവർ നിങ്ങളെ ശ്രദ്ധിച്ചിട്ടില്ല. ഓക്കെ, 4 of Cups നമ്മൾ അങ്ങനെയാണ് പറയുക, നമ്മുടെ കയ്യിലുള്ളതിലൊന്നും താല്പര്യമില്ല, അതിങ്ങനെ ഇരിക്കുന്ന പോലെ. സോ നിങ്ങൾ എത്ര പുറകെ പോയിട്ടും അവർക്ക് നിങ്ങളെ അവർ ശ്രദ്ധിച്ചിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളെ അവർ മാനിച്ചിട്ടില്ല എന്ന് പറയാം. ആൻഡ് അവരെപ്പോഴും ഹോൾഡ് ബാക്ക് ചെയ്തിട്ടുണ്ട്. അവരെപ്പോഴും നിങ്ങളിൽ നിന്ന് കാര്യങ്ങൾ ഹോൾഡ് ബാക്ക് ചെയ്യുക, നിങ്ങളോട് തുറന്നു പറയാതിരിക്കുക, നിങ്ങളുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാതിരിക്കുക, അവരുടെ മനസ്സിലുള്ള ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാതിരിക്കുക, ഇവൻ ആക്ഷൻ എടുക്കാതിരിക്കുക, തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക, അങ്ങനെ പല കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ട്. സോ 4 ഓക്കെ, ബട്ട് നമുക്ക് 4 എന്നുള്ള സ്റ്റെബിലിറ്റിയുടെ നമ്പർ കൂടിയാണ്. സോ യെസ്, നമുക്ക് സ്റ്റെബിലിറ്റി വരും എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. സോ എവിടെയോ ചില കാര്യങ്ങൾ ഒരു മാറ്റം, പേഴ്സണിൻ്റെ മനസ്സിൽ എന്തോ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ഇതെന്തുകൊണ്ടാണ് ഈ മാറ്റം വരുന്നതെന്ന് കൂടി നമുക്ക് നോക്കാം. വൈ ഓക്കെ, എന്തായാലും നമുക്ക് മെയിൻലി കാണുന്ന മൂവ്മെൻ്റ് ഉണ്ട്, ഒരു ആക്ഷൻ ഉണ്ടാവും, ഒരു ഭാഗത്തുനിന്ന് മെസ്സേജസ് അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവരിങ്ങനെ ഒരു ചേഞ്ച് വന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ ചേഞ്ചിൻ്റെ റീസൺ എന്താണ്, ഈ ഒരു മാറ്റത്തിന് റീസൺ എന്താണ്? അഗൈൻ സെയിം 4 of Cups. ഓക്കെ, 2 of Pentacles. ഓക്കെ, Ace of Pentacles, 7 of Wands ആൻഡ് Knight of Pentacles. ഓക്കെ, 7 of Swords. ഇതുവരെ അവർ നിങ്ങളെ അവോയ്ഡ്. അഗൈൻ 7. എത്രയോ നമ്പേഴ്സ് റിപ്പീറ്റേഷൻസ് വരുന്നു ഇവിടെ.
ഓക്കെ അഗൈൻ നിങ്ങളുടെ അടുത്ത് നിന്ന് ചില കാര്യങ്ങൾ അവർ ഇതുവരെ ഇത് കുറേ കാർഡ്സ് ഇവിടെ ഒരേ മെസ്സേജാണ് പറയുന്നത്. ഇതിലും ഒരു ഡിസിഷൻ എടുക്കുന്ന കാര്യമാണ്. 2 കാര്യങ്ങൾ അവരുടെ ലൈഫിൽ മേ ബി മൾട്ടിപ്പിൾ കാര്യങ്ങൾ ഉണ്ടാവാം, അതിനെ അവർ ജഗിൾ ചെയ്യാൻ ശ്രമിക്കുന്ന രീതിയിൽ കാണുന്നുണ്ട്. ആൻഡ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ അവർ ഒരു തീരുമാനം എടുക്കാതെ ഇതുവരെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചുകൊണ്ടിരുന്നു എന്ന രീതിയിൽ. ഓക്കെ ആൻഡ് നിങ്ങളുടെ അടുത്ത് പലതും അവോയ്ഡ് ചെയ്തിട്ടുണ്ട്, പലതും മറച്ചിട്ടുണ്ട്, പലതും നിങ്ങളെ ഈവൻ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസ് ആയാലും ശരി ഓക്കെ നിങ്ങളിൽ നിന്ന് എല്ലാം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ സമയം, നിങ്ങളുടെ എനർജി, നിങ്ങളുടെ സ്നേഹം എല്ലാം അവരെടുത്തിട്ടുണ്ട്. ബട്ട് നിങ്ങൾക്കൊന്നും തിരിച്ചു തന്നില്ല. ഓക്കെ അതിനെ നമുക്കിവിടെ ഒരു അതിപ്പോൾ എന്ത് തരത്തിലായാലും നിങ്ങൾക്ക് സ്നേഹം ആഗ്രഹിച്ച രീതിയിൽ തിരിച്ചു തന്നില്ല. അത് തന്നെ വലിയൊരു ചീറ്റിംഗ് അല്ലേ. സോ അതും അവരുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചതെല്ലാം ഇവിടെ എനിക്ക് കാണുന്നുണ്ട്. സോ ഒരു അവോയ്ഡിങ് എനർജി ഉണ്ട് ഇവിടെ, ചീറ്റിംഗ് എനർജി ഉണ്ട്. കുറച്ച് പേർക്ക് ചീറ്റിംഗ് ആയിരിക്കാം, തേർഡ് പാർട്ടിയുടെ വലുതും ആയിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് പേർക്ക് ജസ്റ്റ് നിങ്ങളെ നിങ്ങളോട് വാക്ക് തന്നിട്ട് പാലിച്ചില്ല എന്നുള്ള രീതിക്ക് എടുത്തോളൂ. അവർ ഇമോഷൻസ് അവർ എക്സ്പ്രസ് ചെയ്തിട്ടില്ല, ഫുള്ളി അവർ ഇമോഷൻസ് മറച്ചു എന്ന രീതിക്കായിരിക്കാം. ആൻഡ് ഇവിടെ തീരുമാനം അഗൈൻ ഡിസിഷൻസ്. ഓക്കെ അവർ ഇവിടെ ഈ രണ്ട് കളറാണ് കുതിരകൾ. ഓക്കെ സോ നമ്മൾ പറയില്ലേ മനസ്സ് 2 ഭാഗത്തേക്ക് ഡിവൈഡഡ് എന്ന രീതിക്കാണ്. ഇതിലും അത് തന്നെയാണ്. മനസ്സ് 2 ഭാഗത്തേക്ക് അവർക്ക് ഡിവൈഡഡ് ആയിരുന്നു. എന്താണ് വേണ്ടത് എന്നറിയാതെ തീരുമാനം എടുക്കാതെ അവരിരുന്നിട്ടുണ്ട്. ഇനി പക്ഷേ തീരുമാനം എടുക്കേണ്ട സമയമാണ് വരുന്നത്. ഓക്കെ ആൻഡ് ഇവിടെ കിങ് ഓഫ് കപ്സ് ഉണ്ട്. സി അവർക്ക് ഫീലിങ്സ് ഇല്ലാഞ്ഞിട്ടല്ല, അവർക്ക് വളരെയധികം സ്നേഹം തന്നെയാണ് നിങ്ങളോട്. അവരുടെ ഉള്ളിൽ ഒരുപാട് സ്നേഹമുണ്ട്. പക്ഷേ ഇത് ഒരു തുറന്നു കാണിക്കാത്തൊരു വ്യക്തിയാണ്. ഓക്കെ വെറുതെ ചിന്തിച്ചുകൊണ്ട് മാത്രം ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോൾ ഓർമ്മ വന്നത് എന്താ അറിയോ, ഇത് നമ്മുടെ താജ്മഹലിനെ നോക്കിയിരിക്കുന്ന, മുംതാസിനെ നോക്കിയിരിക്കുന്ന ഷാജഹാനല്ലേ. സോ ഇവിടെ നമ്മൾ കഥ ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മരിച്ച ശേഷം എന്ന് പറയുന്ന പോലെ, സോറി അത് കഥ അങ്ങനെയല്ല കേട്ടോ, ഞാൻ ആരും തർക്കിക്കാനും വരല്ലേ, അയ്യോ ഞാൻ ജസ്റ്റ് ഈ ഒരു റെപ്രസെൻറ്റേഷൻ ഞാൻ പറഞ്ഞത് മാത്രം. മരിച്ച ശേഷം നമ്മളെ ഓർത്തിരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല അല്ലേ. എനിവേ ഈ കഥയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, ബട്ട് ജനറലി ഞാൻ പറയാം ലൈക്ക് ഒരു നമ്മളില്ലാതെ ആയ ശേഷം ഓക്കെ നിങ്ങളെ ഓർത്ത് വെറുതെ വിഷമിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ട്, ഇപ്പോഴല്ലേ ആക്ഷൻ എടുക്കേണ്ടത് അല്ലേ. സോ അത് ചെയ്യാതെ അവരത് അവോയ്ഡ് ചെയ്ത് നടക്കുക, മാറി നടക്കുക, തീരുമാനം എടുക്കാതെ നടക്കുക, എന്ത് കാര്യമാണ് അതിലുള്ളത് അല്ലേ. പിന്നെ ഈ ജീവിതം നമുക്ക് എന്തിനാണ് നമ്മൾ ഇതിനൊക്കെ ജീവിക്കുന്നത് അല്ലേ. സോ ഇവിടെ യെസ് നിങ്ങൾ ഒരുപാട് അങ്ങോട്ട് ഇത് കൊടുത്തിട്ടുണ്ട്, നിങ്ങളെ സ്നേഹം കെയർക്ക് നിങ്ങൾ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവരൊന്നും അത് ശ്രദ്ധിച്ചിട്ടില്ല, ആ സമയത്തൊന്നും അവർ ശ്രദ്ധിച്ചിട്ടില്ല, എൻ്റെ ഇവിടെ തീരുമാനങ്ങൾ എടുത്തിട്ടില്ല എന്ന രീതിയിലാണ്. ബട്ട് ഇപ്പോൾ ചേഞ്ചസ് വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുമായിട്ടൊരു പ്രോപ്പർ കമ്മിറ്റ്മെൻ്റ് ആണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളോട് വളരെ സ്ട്രോങ് ആയിട്ടൊരു പ്രാക്ടിക്കലായിട്ടൊരു അപ്രോച്ചുമായിട്ട് അവർ വരുന്നുണ്ട്. ഒരു റിലേഷൻഷിപ്പിനെ നല്ല രീതിക്ക് സ്ട്രോങ് ആക്കാൻ അവർ ആഗ്രഹിക്കുന്ന പോലെയാണ്. ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. പെൻറ്റിക്കിൾസ് ഇസ് ലൈക്ക് കുറച്ചുകൂടി സ്ട്രോങ് ഓഫർ എന്ന് പറയാം നമുക്ക്. അതായത് കുറച്ച് പേർക്ക് ഞാൻ പറഞ്ഞ പോലെ മാരേജിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് ഓഫർ ആയിരിക്കാം, ജസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നല്ല രീതിക്ക് മുന്നോട്ട് ബിൽഡ് ചെയ്യാനുള്ള ഒരു ശ്രമമായിരിക്കാം. അഗൈൻ 8 of Wands താഴെയാണ് വന്നത്. സോ യെസ് ഈ ഒരു ഓഫറുമായിട്ടാണ് ഈ മൂവ്മെൻറ്റ് വരുന്നത്. ഓക്കെ ഈ ഒരു മാറ്റം വരുന്നത് അവരുടെ ഭാഗത്തു നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ, അവരുടെ ഭാഗത്തു നിന്നൊരു ഓഫർ ആയിരിക്കും നിങ്ങൾക്ക്. ഓക്കെ ഓഫർ എന്ന് പറയുമ്പോൾ മേ ബി മെസ്സേജ് ആദ്യം തന്നെ നമുക്ക് മാരേജ് ചെയ്യാം, നമുക്ക് ഇങ്ങനെ ഒന്നിച്ച് അങ്ങനെയൊന്നും പറഞ്ഞൊന്നും വരില്ല. ബട്ട് ഓക്കെ അവരുടെ ഭാഗത്തു നിന്ന് അവരുടെ ഉദ്ദേശം അതായിരിക്കും. ഓക്കെ ആൻഡ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുന്ന രീതിയിൽ കാണുന്നുണ്ട്. ഓക്കെ നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവുന്ന രീതി കാണുന്നുണ്ട്. ഓക്കെ ഇതുവരെ അവർ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടില്ല, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. സോ ഇപ്പോൾ പക്ഷെ അവർ മാറ്റങ്ങൾ കൊണ്ടുവരാൻ തയ്യാറാണ്, അതിന് വേണ്ടിയുള്ള ശ്രമം കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ 7 നമുക്ക് വീണ്ടും ഉണ്ടായിരുന്നു. സോ 444777 നിങ്ങളതൊക്കെ കാണുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. ആൻഡ് ഇവിടെ ഡെത്തിൻ്റെ നമ്പർ നമുക്ക് 13 ആണ്. സോ 13 പറയുമ്പോഴും 4 ആണ്. സോ 4 ഫോഴ്സ് കൂടുതൽ 7 കൂടുതൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ആൻഡ് ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ബട്ട് ഇവിടെ അഗൈൻ ഞാൻ പറഞ്ഞ പോലെ പെട്ടെന്ന് ലൈക്ക് ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഫുള്ളി ചേഞ്ച് എന്ന രീതിയിൽ പ്രതീക്ഷിക്കേണ്ട. ബട്ട് അവരൊരു തുടക്കം നിങ്ങൾക്ക് കാണാം, അവരുടെ ഭാഗത്ത് നിന്ന് ഒരു ചെറിയ എഫേർട്ട് സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് കാണാം. ഓക്കെ അവർ സംസാരിക്കാൻ തുടങ്ങുക, മെല്ലെ ഒന്ന് കാര്യങ്ങളൊന്ന് ബെറ്റർ ആക്കാൻ ശ്രമിക്കുക ചെറുതായിട്ടെങ്കിലും. ഓക്കെ മെല്ലെ അവർ പതുക്കെ വരുന്നുണ്ട് എന്നാണ്. ബിക്കോസ് ഇത് നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് നമുക്ക് സ്ലോ മൂവിങ് എനർജി എന്ന് പറയാം. അതായത് കുറച്ച് അവരുടെ ആക്ഷൻസ് വരും, തീർച്ചയായിട്ടും ആക്ഷൻ ഉണ്ടാവും, ബട്ട് അതിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു ചേഞ്ചസ് കുറച്ചുകൂടി സ്ലോ ആയിരിക്കും എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ സോ ഇവിടെ മാറ്റം വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഐ തിങ്ക് അവർ തിരിച്ചറിയുന്നുണ്ട് എന്നിട്ട് അവരെന്താണ് നഷ്ടപ്പെടുന്നത് എന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. നിങ്ങളുടെ സ്നേഹം അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്ത് ചിലപ്പോൾ മാറുന്നുണ്ടാവും, അതിനെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെടുമെന്നുള്ള പേടിയായിരിക്കാം. ഇത്രയും കാലം നിങ്ങൾ കൊടുത്തതിനേക്ക് അവർ റിയലൈസ് ചെയ്യുന്ന ഒരു ഇതാണ് വരുന്നത്. കാരണം നിങ്ങൾ അവർക്ക് പലതും കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ അവരതിനെ ഒരു വാല്യൂ ചെയ്തില്ല. ഓക്കെ അവരതിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തില്ല, വാല്യൂ ചെയ്തില്ല. ബട്ട് ഇപ്പോൾ അവരത് തിരിച്ചറിയുന്നുണ്ട്, ആ വാല്യൂ തിരിച്ചറിയുന്ന പോലെയാണ്, അതിന് നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കാൻ തുടങ്ങുന്ന പോലെയാണ്. ഓക്കെ ഒരു കാര്യം ചെയ്യാം, ജസ്റ്റ് നിങ്ങളോടുള്ള ഫീലിങ്സ് കൂടെ എടുത്തിട്ട് എന്തായാലും ആക്ഷൻ ഒരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ട്, ഒരു ചേഞ്ച് പേഴ്സണിലുണ്ട് തീർച്ചയായിട്ടും. നിങ്ങളുള്ള ഫീലിങ്സിൽ ഇപ്പം എന്താണ് കാണുന്നതെന്ന് നോക്കിയിട്ട് കിങ് ഓഫ് സോർഡ്സ്, ജസ്റ്റിസ്,
4 of Wands ചെന്നിടത്താണ് ഹൈ പ്രീസ്റ്റസ് ആൻഡ് 10 of Cups. ബ്യൂട്ടിഫുൾ എനർജി, വെരി ബ്യൂട്ടിഫുൾ എനർജി. സി നിങ്ങൾ തമ്മിൽ ഒരു ഫാമിലി പോലെ വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുമായിട്ട് ആക്ച്വലി ഒരു കമ്മിറ്റഡ് അഗൈൻ റിലേഷൻഷിപ്പ് പറ്റുന്നവർക്ക് മാരേജ് ആഗ്രഹിക്കുന്നു, ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവർ ഹാപ്പി ആയിട്ട് നിങ്ങളാണ് അവരുടെ സന്തോഷം എന്ന് തന്നെ പറയാം. ഓക്കെ, ഇവിടെ നമ്മൾ നേരത്തെ വിഷ് ഫുൾഫിൽമെൻ്റെ കാര്യം പറഞ്ഞു. നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ അവർക്കും അത് തന്നെയാണ് ആഗ്രഹം. ഇവിടെ അഗൈൻ സ്പിരിച്വൽ, ഇത് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ എവിടെയോ ഒരു സ്പിരിച്വൽ വർക്ക് ദൈവത്തിൻ്റെ ഒരു കളിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ മൂണിൻ്റെ എനർജി. യെസ്, മൂൺ നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ, പൗർണമി സമയത്ത് പ്രതീക്ഷിച്ചോളൂ. യു ക്യാൻ സീ ദിസ് 31st നമ്പർ. അഗൈൻ 4 നമ്പർ കണ്ടോ. യെസ്, 4 ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യു. നിങ്ങൾ ഓർത്ത് വെച്ചോളൂ. 4 and 7 ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് വളരെയധികം. വേറെ ഏത് നമ്പറും എനിക്ക് അത്ര തോന്നുന്നില്ല. 4 and 7 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചെയ്യാന്ന് വെച്ചാൽ ബാക്കിയുള്ള ഒരു നമ്പർ ഇല്ല എന്നല്ല കേട്ടോ. ഓക്കെ, ബട്ട് അത് വളരെ പ്രോമിനൻ്റ് ആയിട്ട് വന്നു. ഇവിടെ കിങ് ഓഫ് സോഡ്സ് ആൻഡ് ജസ്റ്റിസ്, ഇത് രണ്ടും ആക്ച്വലി വളരെ സിമിലർ കാർഡ്സ് ആണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കിങ് ഓഫ് സോഡ്സ് പറയുന്നത് തന്നെ ഒരു ന്യായം ചെയ്യുന്ന വ്യക്തി എന്നാണ്, ആക്ഷൻ എടുക്കുന്ന വ്യക്തി എന്നാണ്, വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തി, ധൈര്യത്തോടെ നിൽക്കുന്ന വ്യക്തി എന്ന് പറയും. അതേ തന്നെയാണ് ജസ്റ്റിസിൻ്റെ മീനിങ്ങും അല്ലേ. ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ ന്യായം, അതേ മീനിങ് ആണ്, ഒരേ കാർഡാണ് ശരിക്കും വന്നത്. ആൻഡ് സോ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ന്യായമായ ആക്ഷൻ എടുക്കുന്ന രീതിയിലാണ് എനിക്ക് കാണുന്നത്. അവർക്ക് ഇപ്പോൾ ഫീലിങ്സിൽ അവർ എവിടെയോ തിരിച്ചറിയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല, ഞാൻ ആക്ഷൻ എടുക്കണം, ഞാൻ ന്യായം ചെയ്യണം എന്ന രീതിക്കാണ് ഇപ്പോൾ അവർ ചിന്തിക്കുന്നത്. ആൻഡ് നിങ്ങൾക്കൊരു ഒരു കമ്മിറ്റ്മെൻറ്റ് ഓഫർ അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി ഓഫർ തരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള രീതിയിലാണ്. സോ തീർച്ചയായിട്ടും ആ ഫീലിങ്സ് ഇപ്പോൾ വളരെ ഇപ്പോൾ അവർ ഫീൽ ചെയ്യുന്നത് ഇതുവരെ അവർ ചെയ്ത തെറ്റുകളോ കാര്യങ്ങളോ അവർ തിരുത്താൻ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ഒരു മാറ്റം കൊണ്ടുവരാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അവർ വളരെ ഞാൻ ഇനി ഇങ്ങനെ ഒരു ഞാനായിട്ട് തീരുമാനങ്ങൾ എടുക്കണം, ഞാൻ കുറച്ചുകൂടി ആക്ഷൻ എടുക്കുന്ന രീതിയിൽ, അത് ഇവൻ ലേഡീസ് ആയാലും കേട്ടോ, ജെൻസ് മാത്രമല്ല ലേഡീസ് ആയാലും. ഓക്കെ, അങ്ങനെ ഒരു കാര്യമാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, ഞാനൊരു കാര്യം ചെയ്യാം, ഒരക്കൽ ഡെക്ക് കൂടി എടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പം നമ്മുടെ മെസ്സേജ് വളരെ ക്ലിയർ ആണ്. നിങ്ങൾക്ക് ആഗ്രഹിച്ച പോലെ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ വരാൻ പോകുന്നു, നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ ഒരു ചേഞ്ച് വരാൻ പോകുന്നു. ആൻഡ് ദ ചേഞ്ച് ഇസ് ഫോർ ദ ബെറ്റർ. ഓക്കെ, പേഴ്സണൽ ഭാഗത്ത് നിന്ന് നമുക്ക് കുറച്ചുകൂടി സ്ട്രോങ്ങർ. ആൻഡ് ഇതിൽ എനിക്ക് മെയിൻ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ മാറിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അതായത് നിങ്ങൾ പേഴ്സണിൽ നിന്ന് കുറച്ച് അകൽച്ച വയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പറ്റില്ല എന്ന് പറയുക, അങ്ങനെ വല്ലതും ആക്ഷൻ എടുത്തവർക്ക് ഇത് കൂടുതൽ റെസനേറ്റ് ആവും. ഓക്കെ, confusion, new chapter, I'm trying to move on. Nasala, overwhelmed, reminiscing. Okay, ella edutittu pannekam. Third party, commitment, very nice. One last card please. Holding back. Yes, നിങ്ങളുടെ പേഴ്സൺ എപ്പോഴും റണ്ണറായിരുന്നു. ഓക്കെ, നിങ്ങൾ അങ്ങോട്ട് ചേസ് ചെയ്ത് പോയിട്ടുണ്ട്, അവർ റൺ ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ട്. ഇവിടെ അഗൈൻ എന്താണെന്ന് വെച്ചാൽ, പക്ഷെ ഇപ്പോൾ അവർക്ക് തോന്നുന്നത് അവർക്ക് നിങ്ങളെ ഐ ഡിഡ്ന്റ് ആക്ട് വെൻ ഐ ഷുഡ് ഹാവ്. യെസ്, ഇതാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് തോന്നുന്നത് ഇപ്പോൾ നിങ്ങളെ നഷ്ടപ്പെടും എന്നുള്ള ഒരു ഫീലിംഗ് വന്നിട്ടുണ്ട്. അവർ ആക്ഷൻ എടുത്തില്ല, വേണ്ട സമയത്ത് അവർ ആക്ഷൻ എടുത്തില്ല എന്ന് തന്നെയാണ്. അപ്പോൾ അവർക്ക് തോന്നുന്നത് ഇനി എനിക്ക് ഈ അവസരം നഷ്ടപ്പെടുമോ എന്ന് തോന്നുന്നു. ആ ഒരു തോന്നൽ കൊണ്ടാണ് അവർ തിരിച്ചു വരുന്നത്. ഓക്കെ, ഇതുവരെ അവർ റൺ ചെയ്തു, പക്ഷെ ഇപ്പോൾ പറയുന്നത് ഐ ഡോണ്ട് വാണ്ട് ടു റൺ എനി മോർ എന്നാണ്. ഓക്കെ, ഇപ്പോൾ അവർക്ക് എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഒരു കാര്യം അവരുടെ ഇന്നർ ചൈൽഡ് വൂൺസ് ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ എവിടെയോ ഇൻസെക്യൂരിറ്റി ഉണ്ടായിരുന്നു. യു ആർ എ ബെറ്റർ പേഴ്സൺ ദാൻ ഐ ആം. ഓക്കെ, നിങ്ങൾ എവിടെയോ അവരെക്കാൾ ബെറ്റർ ആണ് എന്ന രീതിക്കാണ് ചിന്തിക്കുന്നത്. ഒരിക്കലും അവർ കൂടുതലാണെന്നല്ല, ബട്ട് അഹങ്കാരം നമ്മൾ നേരത്തെ പറഞ്ഞു. അത് ഈഗോ വരുന്നതും ഒരു തരത്തിൽ ശരിക്കും പറഞ്ഞ ഒരു ഇൻസെക്യൂരിറ്റി തന്നെയാണ്. എനിവേ, അതുപോട്ടെ. കൺഫ്യൂഷൻ കാണുന്നുണ്ട്, അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് ഇപ്പോഴും, അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്നു എന്ന് പറയാം. ഓക്കെ, ഇതുവരെ അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഈ സിറ്റുവേഷനെ കുറിച്ച് എന്താണ്, ഐ ഫീൽ അൺക്ലിയർ അബൌട്ട് വെയർ വി സ്റ്റാൻഡ്, നമ്മൾ തമ്മിൽ എന്താണ് എന്നുള്ളത് അവർക്ക് ക്ലിയർ ആയിരുന്നില്ല എന്നാണ് പറയുന്നത്. ന്യൂ ചാപ്റ്റർ ബിഗിൻ ചെയ്യാൻ പോകുന്നു. സോ യെസ്, അവർക്ക് ന്യൂ ചാപ്റ്റർ ആഗ്രഹമുണ്ട്, ഒരു ന്യൂ ചാപ്റ്റർ നിങ്ങൾ തമ്മിൽ ബിഗിൻ ആവുന്നു. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. സോ ട്രാൻസ്ഫോർമേഷൻ, ചേഞ്ച്, ഒരു ന്യൂ ബിഗിനിങ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഇടയിൽ. ആൻഡ് പക്ഷെ അവർക്ക് ടെൻഷൻസ് ഉണ്ട്, സ്ട്രെസ് ഉണ്ട്. ഇവിടെ റിലേഷൻഷിപ്പിൽ അഗൈൻ എനിക്ക് തോന്നുന്നത് അത് തന്നെയാണ്, അവർ നിങ്ങൾ മാറി നിൽക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു, റിഗ്രറ്റ് ഉണ്ടായിരുന്നു, അവർ സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ടുണ്ട്. ആൻഡ് നിങ്ങൾ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട്. റെമിനിസിങ് ആണ്. ഓക്കെ, ഐ മിസ് അവർ ഇൻസൈഡ് ജോക്സ്, നിങ്ങൾ തമ്മിലുള്ള സംസാരങ്ങൾ, നിങ്ങൾ തമ്മിലുള്ള ഒരു സമയങ്ങൾ, ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള സ്നേഹം, കാര്യങ്ങളെല്ലാം അവർ മിസ് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഒരുപാട് മിസ്സിങ് എനർജിയും വന്നിട്ടുണ്ട്. ആൻഡ് ഈ ചിന്ത നിങ്ങൾ അകന്നു പോവുമോ അല്ലെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നൊക്കെ ഓർത്തിട്ട് അവർക്ക് ഒരുപാട് ടെൻഷനും വന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെ അഗെയിൻ തേർഡ് പാർട്ടിയുടെ ഒരു കാർഡ് ഉണ്ട്. എല്ലാവർക്കും അല്ലാതെ കുറച്ച് പേർക്കായിരിക്കും. there were other things that got in the way of us being together. ഓക്കെ, കുറച്ച് പേർക്ക് ഇവിടെ തേർഡ് പാർട്ടിയുടെ ഏതെങ്കിലും രീതിയിലുള്ള ഇൻവോൾവ്മെൻ്റ് ആയിരിക്കാം. ഒരു എയ്തർ അവർ മാരീഡ്, അല്ലെങ്കിൽ പാരൻസിൻ്റെ എനർജി, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആരെങ്കിലും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അവർ വേറെ ആരെങ്കിലും അവരുടെ ലൈഫിൽ വന്നു. ഈവൻ അവർ കാഷ്വൽ ആയിട്ടായാലും ആരെങ്കിലും പഴയ ഫ്രണ്ട്സോ എക്സോ സംതിങ് എനിത്തിങ്. ഓക്കെ, അങ്ങനെ ആരെങ്കിലും ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ ഇടയിൽ ഒരു പ്രോബ്ലത്തിന് റീസൺ ആയിരിക്കാം. ഓക്കെ, എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്ക്. കമ്മിറ്റ്മെൻറ്റ് കാണുന്നുണ്ട്. ഐ വോണ്ട് യു ടു ബി എ പാർട്ട് ഓഫ് മൈ ഫ്യൂച്ചർ എന്നാണ് പറയുന്നത്. അതാ ഏസ് ഓഫ് പെന്റിക്കിൾസ് അതാ പറഞ്ഞ ഞാൻ. അവർ
നിങ്ങളെ അവരുടെ ലൈഫിൻ്റെ ഒരു പാർട്ടാക്കി വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. 4 ഓഫ് വാൻസ് നമ്മുടെ മാരേജിൻ്റെ കാർഡാണ്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ തമ്മിൽ ഒന്നിച്ച് വേണം എന്ന രീതിക്ക് തീർച്ചയായിട്ടും ഉണ്ട്. ബട്ട് അവർ ഹോൾഡ് ബാക്ക് ചെയ്യുന്നുണ്ട്. ഐ ഷുഡ് ഹാവ് എക്സ്പ്രസ്ഡ് മൈ സെൽഫ് ബെറ്റർ. ഓക്കെ, അഗൈൻ ഇവിടെയും ഐ തിങ്ക് നേരത്തെ ഞാൻ പറഞ്ഞു, അവർ മിസ് ചെയ്തു, ചാൻസ് നഷ്ടപ്പെടുന്നു എന്നാണ് അവർക്ക് തോന്നുന്നത്. അതാണ് ഇപ്പോൾ അവർ പെട്ടെന്ന് ഈ ഒരു ആക്ഷൻ വരാനുള്ള റീസൺ. അതാണ് അവർക്ക് തോന്നുന്നത് അവർക്ക് ചാൻസ് നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെടുന്നു എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. അവർ ഹോൾഡ് ബാക്ക് ചെയ്തു, അതിപ്പോൾ തെറ്റായി എന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് നിന്ന് ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്തില്ല. ഓക്കെ, അവർ നിങ്ങളെ മാറ്റി നിർത്തി, അകറ്റി നിർത്തി, അല്ലെങ്കിൽ നിങ്ങളെ മാറ്റി നിർത്തി വേറെ ഏതെങ്കിലും തേർഡ് പാർട്ടിയിലൊക്കെ പോയി എന്ത് തന്നെ ചെയ്താലും ശരി. ബട്ട് അവരിപ്പോൾ അവർക്കൊരു തോന്നലുണ്ട്, ഇല്ല ഇനി ഞാൻ വൈകിച്ചാൽ നിങ്ങളെ നഷ്ടപ്പെടും എന്ന രീതിക്ക് അവർക്കൊരു തോന്നലുണ്ട്. ആൻഡ് അവർ പറയുന്നത് ഐ ഷുഡ് ഹാവ് എക്സ്പ്രസ്ഡ്, ഐ ഷുഡ് ഹാവ് കം ഏർലിയർ. ഞാൻ ഇപ്പോൾ ആക്ഷൻ എടുക്കണമായിരുന്നു, ആക്ഷൻ എടുക്കേണ്ട സമയത്ത് ഞാൻ ചെയ്തില്ല എന്നിപ്പോൾ അവർ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു മാറ്റം. സോ യെസ്, നമുക്ക് ഈ ഒരു ചേഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ച പോലെ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു മാറ്റം കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് പൗർണമി സമയം ഐ തിങ്ക് വളരെ പ്രോമിനൻ്റ് ആണ്. താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് നമ്മൾ എന്തെങ്കിലും ഈ നെഗറ്റിവിറ്റി റിമൂവലൊക്കെ ചെയ്യാറുണ്ട്. ബ്ലാക്ക് ക്യാൻഡിൽ യൂസ് ചെയ്തിട്ട് ഞാനിവിടെ കഴിഞ്ഞ തവണയും പോസ്റ്റ് ചെയ്തിരുന്നു അമാവാസി സമയത്ത്. സോ പൗർണമി സമയത്തും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഞാൻ അധികം അടുപ്പില്ല, കുറച്ചെണ്ണമേ ചെയ്യുള്ളൂ, ബിക്കോസ് എനിക്കിവിടെ ഫെസിലിറ്റി അനുസരിച്ചിട്ടാണ്. എന്നാലും താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യൂ. ഞാൻ മറ്റേ പോസ്റ്റിൽ ഇട്ട് വെക്കാം കേട്ടോ, കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാൻ പോസ്റ്റായിട്ട് ഇട്ട് വെക്കാം. നമ്മുടെ നമ്പർ കൊടുക്കുന്നില്ല. ഓക്കെ, പോസ്റ്റിൽ നോക്കിയാൽ മതി, എൻ്റെ അല്ലെങ്കിൽ താഴെ ഇവിടെ നോക്കിക്കോളൂ. ഓക്കെ, സോ താല്പര്യമുള്ളവർ വേണമെങ്കിൽ ഈ സമയത്ത് റിച്വൽസ് ഒക്കെ ചെയ്താൽ നല്ലതാണ്, വിഷ് മാനിഫെസ്റ്റേഷനൊക്കെ വേണ്ടിയിട്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ആഗ്രഹമുള്ളവർ പറയാം. എനിവേ, എന്തായാലും നമുക്ക് ഈ പൗർണമി ഐ തിങ്ക് വളരെ സ്പെഷ്യൽ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബ്ലൂ മൂൺ എന്നാണ് ഇതിനെ വിളിക്കുന്നത്, ഫ്ലവർ മൂൺ എന്നൊക്കെ പറയാം. ഓക്കെ, സോ നമുക്ക് യെസ് ഒരു പുതിയ പൂക്കാലം കൊണ്ടുവരട്ടെ. ഓക്കെ, നമുക്ക് നോക്കാം. എന്തായാലും എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. ആൻഡ് നന്ദി, നമസ്കാരം.